പാലിയേറ്റീവ് കെയർ പാലിയേറ്റീവ് കുടുംബാംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളെ വരവേൽക്കുന്ന ഓണക്കാലത്തിന്റെ ഓർമ്മകളിൽ പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ സാമൂഹ്യ രംഗത്തെ ആദ്യ ജനകീയ സ്വാതന്ത്ര്യ പരിചരണ കൂട്ടായ്മയായ കരിന്തളം പാലിയേറ്റീവ് കെയറാണ് 130 പാലിയേറ്റീവ് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. പുതപ്പും തോർത്തും ഉൾപ്പെടെയുള്ള കിറ്റുകളാണ് വിതരണം ചെയ്തത്. കോയിത്തട്ട കുടുംബശ്രീ ഹാളിൽ നടന്ന വിതരണ പരിപാടിയിൽ കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രാജൻ കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കരിന്തളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള കിറ്റ് വിതരണമായുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഗത പ്രാസംഗികൻ അധ്യക്ഷന്റെ യോഗത്തിൽ കേൾക്കുന്നതാണ് പ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ മാതൃകാപരമായ പ്രവർത്തനം. ഇത്രയും ആളുകളെ ഒരുമിച്ച് വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മരുന്നുകളും മറ്റ് കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് നമ്മുടെ എല്ലാം മനസ്സിൽ പാലിയേറ്റീവ് എന്ന് പറയുന്നുണ്ടാകുന്നത്. പക്ഷെ ശരിക്കും പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കുള്ള അർത്ഥം സ്ഥലം അതിനകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അന്നാശോട് സൂചിപ്പിച്ചത്. ഒരു രോഗി പൂർണ്ണമായ അസുഖം പ്രാപിക്കുക അല്ലെങ്കിൽ മരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ തുടർന്ന് അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന പ്രയാസങ്ങൾ നമുക്ക് ഊഹിക്കുന്നതിനപ്പുറത്താണ്. അപ്പൊ അവരെ ആ തുടർന്നുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കരിന്തളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് കെ പി നാരായണൻ അധ്യക്ഷനായി. ഫിസിയോ തെറാപ്പി സെന്റർ തുടങ്ങിയിട്ടുള്ളത് അവിടെയും നമ്മൾ ഈ തരത്തിലുള്ള സേവനങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. ഒരു 3-4 മാസം മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് കാശില്ലാത്തൊരു സ്ഥിതി വന്നപ്പോൾ ഒരാളിൽ നിന്ന് ഒരു 100 ഉറുപ്പികയാണ് നമ്മൾ ഈടാക്കുന്നത്. ഒരു രോഗിയിൽ നിന്ന് ഒരു 100 ഉറുപ്പികയാണ് ഈടാക്കുന്നത്. ആ സേവനം മറ്റ് പ്രൈവറ്റ് മേഖലയിൽ പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് 400-450 ഉറുപ്പിക ഈടാക്കുന്നത്. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സജീന്ദ്രൻ പുതിയപുരയിൽ, കരിന്തളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഡയറക്ടർ സി ഗംഗാധരൻ, സണ്ണി മാവേലിൽ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ.